Hello guys, welcome to our YouTube channel. ഇന്നലെ മേടിച്ച സപ്പോർട്ടയാ? ഇത് ഇന്നലെ മേടിച്ച സപ്പോർട്ട്. അത് ഇന്നലെ നമ്മൾ കുറച്ച് പച്ച നോക്കിയിട്ടില്ലേ മേടിച്ച ഇന്നേക്ക് തന്നെ പോയിട്ടു. അപ്പം ഇതിനെ ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാലേ ഇതെന്തിനു ഉപയോഗിക്കാൻ വേണ്ടി? ഷെയ്ക്ക് അടിക്കാൻ. എന്നാൽ അതിപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഇടക്കിടക്ക് ഷെയ്ക്ക് വേണം, എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വേണം തോന്നുമ്പം ഇട്ടിട്ട് അടിച്ചാൽ നല്ല ഫ്രഷ് സപ്പോർട്ട് അല്ലേ? ഇപ്പോൾ കുറച്ച് വില കുറവാണ് ഫ്രൂട്ട്സിന്. അപ്പം ഇങ്ങനെ കുറച്ച് ഇതായിട്ട് കിട്ടുമ്പോൾ കുറേ വാങ്ങി വെച്ചാൽ പിന്നെ എപ്പോഴും പോയിട്ട് വാങ്ങാനും നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെ ആഴ്ചയൊക്കെ വാങ്ങി വെച്ചാൽ നല്ലതല്ലേ. പെട്ടെന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നുമ്പോൾ എടുത്തിട്ട് അടിച്ചു കുടിക്കാമല്ലോ. അപ്പം കുറച്ച് പാലും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയാൽ ഫ്രൂട്ട്സ് നല്ല ലാഭത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ യെസ്, ഒരു 2 ബോക്സ്, ഒരു സപ്പോർട്ട മാത്രം പഴുത്തിട്ട് ഈ ഒരു ബോക്സും ഈ ഒരു ബോക്സും അല്ലേ? അപ്പോൾ ഇനി കുറച്ചാഴ്ചത്തേക്ക് വേണ്ട ഫ്രൂട്ട്സ് സപ്പോർട്ട് ആയല്ലേ? ഇനി ഇതിനൊന്നിച്ച് ഏതെങ്കിലും സ്ട്രോബെറിയോ മാംഗോ അങ്ങനത്തെ എന്തെങ്കിലും മിക്സഡ് ആക്കിയിട്ട് ഷേക്ക് ആക്കാം. സ്ട്രോബെറി ഉണ്ട് ഇടാ? സ്ട്രോബെറി ഉണ്ട്. കുറേ ഉണ്ടോ? കുറച്ച് നമ്മൾ സ്ട്രോബെറി ഫ്രീസ് ചെയ്ത് തീരാനായി അല്ലേ? ഇത് തീരാനായി. ഇങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് ഫ്രീസ് ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാവുന്നത്. കല്ല് പോലെ ഉണ്ടല്ലേ? ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതേപോലെ നാളേക്ക് സപ്പോർട്ട് ഇല്ലാവും അല്ലേ? പിന്നെ ഓരോരോ പീസ് എടുത്തിടാം. അടിപൊളിയാന്നല്ലേ? ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് 2 അവക്കാഡോ ഉണ്ട്, ഇതും കൂടി അതേപോലെ മുറിച്ച് വെക്കാം അല്ലേ? അത് പഴുത്തില്ലേ, അപ്പൊ അതും കൂടി അവിടെ വെച്ചാൽ നല്ലോണം ബോക്സ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, എല്ലാം ഒക്കെ ഉണ്ട്. കട്ടാക്കി വെക്കാം അല്ലേ? സപ്പോർട്ട ഞാൻ മുറിച്ചു, അവക്കാഡോ മുറിക്കാൻ പ്രതിഞ്ഞാട്ടിനെ ഏൽപ്പിച്ചു. സപ്പോർട്ട എനിക്ക് പിന്നെ അറിയും കുറച്ച് മുറിക്കും, ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈസി അല്ലേ? നല്ല എല്ലാവരും ഇങ്ങനെ മുറിക്കുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ ആക്കുവരെ ഇങ്ങനെ നിൽക്കുന്നേ. ഇത് ഞാൻ നിനക്ക് തരാം കേട്ടോ മുറിക്കാൻ. അല്ല, എല്ലാവരും മുറിക്കുന്നതാണല്ലോ വാങ്ങല്ലേ അവക്കാഡോ? എല്ലാവരും മുറിക്കുന്നതാണോ വേണ്ടേ? നോക്കാം നമുക്കല്ലേ. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അവക്കാഡോ തിന്ന തുടങ്ങിയതല്ലേ? ആദ്യം എൻ്റെ കുരു പോയി. ഈ കുരു നട്ടാവോ? കുരു നട്ടാലോ? എടാ ഇടുന്നേ? പറത്തില്ലേ? അല്ല എന്തായാലും ഇതിങ്ങനെ ഇട്ടാ പോരെ ഇതിലേക്ക്? അല്ല ഇതിലേക്ക് തന്നെ ഇടാം അല്ലേ? അത് നല്ലതല്ലേ? പ്ലേറ്റിലേക്ക് ഇട്ടാൽ മതി. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്നല്ലേ പറയുന്നത് ഈ അവക്കാഡോ. ഇത് നാളത്തേക്ക് ഇത് ഐസ് കല്ല് പോലെ ഉണ്ടാവും അല്ലേ? പക്ഷെ ഒരു ചെറിയൊരു ഇത് മണം നിൽക്കുന്നു ഷേക്ക് അടിക്കും. അവക്കാഡോന്റെ മണം അല്ലേ? പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട് മിക്സഡ് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്ര. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചെങ്കിൽ മോശമായി പോകും. ഫ്രീസ് ചെയ്താൽ പ്രശ്നം വരുന്നില്ലല്ലോ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് മോശമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പക്ഷെ ഇത് നല്ലതാണ്. പക്ഷെ കുറേ പഞ്ചസാരയൊന്നും ഇട്ടുവിടാന്നില്ല. കുറേ പഞ്ചസാര എല്ലാം ഇട്ടെങ്കിൽ ഗുണം കിട്ടൂല. പക്ഷെ ഇതെല്ലാവരും സാൻഡ്വിച്ച് എല്ലാം ആക്കിയിട്ടല്ലേ എത്തുന്നത്. പക്ഷെ സാലഡിലെല്ലാം ഇട്ടിട്ട് തിന്നുന്നുണ്ട്, സാൻഡ്വിച്ച് ആക്കിയിട്ടും കഴിക്കുന്നുണ്ട്, വേറെ എന്തെല്ലോ മിക്സ് ആക്കിയിട്ട്. അപ്പോൾ അടുത്ത അവക്കാഡോ ഞാൻ മുത്തിന് കൊടുത്തിട്ടുണ്ട്. മുത്ത് അടിപൊളിയായിട്ട് മുറിക്കുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. പറഞ്ഞിട്ട് മുത്ത കറക്റ്റ് മുറിക്കുന്ന എങ്ങനെയാണ്. മുത്തിൻ്റെ ആദ്യത്തെ മുറിയെല്ലാം വീണ് കഴിഞ്ഞു. ഇവിടെ തുറന്നു. ഇത് വൃത്തിയായിട്ട് കിട്ടിണ്ടല്ലേ? അടിപൊളി, സൂപ്പറായിട്ട് കിട്ടി. ഇങ്ങനെയല്ലേ എല്ലാവരും കാണിക്കുന്നത് വീഡിയോയിൽ? അതേന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇതാ മുത്ത് കോരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവക്കാഡോ എല്ലാം എടുത്തിട്ട് സെറ്റാക്കി. അപ്പോൾ 4 പീസ് ഇതാണ് നമ്മുടെ ഫൈനൽ അവക്കാഡോ.